സ്തോത്രം സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതാ. അതെ, ദൈവത്തെ ആരാധിക്കുന്നതാ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യ പദവി എന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന രണ്ട് കാരണങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന രണ്ട് കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഒന്ന് റോമാലേഖനം 8:2. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന് കൊലോസ്യ ലേഖനം 1:12. ഈ രണ്ട് ഭാഗങ്ങൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ച പിതാവായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്ന, പാപത്തിൻ്റെ ചേറ്റിൽ കിടന്ന, പിശാചിൻ്റെ ബന്ധനത്താൽ നമ്മൾ ബന്ധിച്ചിരുന്ന നമ്മളെ പ്രൈസ് ദി ലോർഡ് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച്, ഹല്ലേലൂയ, അവനെ കാൽവറി യാഗമാക്കി മാറ്റി അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്ന പിതാവായി ദൈവത്തോട് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയരുന്നില്ലല്ലോ. ആമേൻ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കിയതോർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. അപ്പോൾ നമ്മളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് അന്ന് പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും അവൻ നമ്മളെ വീണ്ടെടുത്തതോർത്ത, രണ്ട്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ പിതാവായി ദൈവത്തെ എന്ത് ചെയ്യണം? നന്ദിയോടെ സ്തോത്രം ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തോത്രം. നമ്മൾ ഇന്നലെ വൈകിട്ട്, വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച പകലും ശനിയാഴ്ച വൈകിട്ടും നമ്മളോട് ഉള്ള ദൂതുകൾ, ആമേൻ, 3 നിലവാരത്തിൽ കർത്താവിൻ്റെ ദാസൻ അറിയിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ആ വചനങ്ങൾ ഓർമ്മയുണ്ടോ? സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സമയങ്ങളെ വേർതിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനം നമുക്ക് പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആ ദൂതുകൾ നമുക്ക് പ്രയോജനപ്പെടണം. അവൻ്റെ ആലോചനകൾ നമുക്ക് പ്രയോജനപ്പെടണം. അത് വ്യർത്ഥമായി പോകരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ കേട്ട വചനം എന്താണ്? ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. റീലോഞ്ച്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. നമ്മുടെ ഹൃദയത്തിലിരിക്കണം റീലോഞ്ച്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. റീലോഞ്ച് ചെയ്യുന്ന പിമ്പിലുള്ളതിനെ മറക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ശനിയാഴ്ച പകൽ എന്താ സംസാരിച്ചത്? മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളാണ് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിൽ എണ്ണയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. നമ്മൾ എണ്ണ കടം വാങ്ങിക്കുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. നാം അത് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിളക്കിനകത്ത് ഓരോ ദിവസവും കത്തിക്കുവാനുള്ള എണ്ണ നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടേ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതൊരിക്കലും വറ്റിപ്പോകുവാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ ആഴമേറിയൊരു സന്ദേശമാണ് ദൈവസഭയ്ക്കും ദൈവത്തിനും തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് വെൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ എണ്ണയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പുനഃപരിശോധിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ എണ്ണ പ്രൈസ് ദി ലോർഡ് നമ്മൾ ദൈവത്തിൽ നിന്ന് ഓരോ ദിവസവും പ്രാപിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ എണ്ണ ഇല്ലെങ്കിൽ വരുന്ന വിഷയമെന്ന് പറയുന്നത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, പ്രതികൂലങ്ങളുടെ ഘട്ടങ്ങളിൽ നമുക്കതിനെ ഓവർകം ചെയ്യുവാൻ, തരണം ചെയ്യുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. നമ്മൾ ഇന്നലെ വൈകിട്ട് കേട്ടത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. ആമേൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ
അനുസരണവും വിശ്വാസവും ഉണ്ടായിരിക്കണം. ആമേ, സ്തോത്രം. ആമേ, ദൈവം നോക്കുന്നത് അനുസരണം, ഒബീഡിയൻസ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അനുസരണവും വിശ്വാസവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം എൻ്റെ സ്നേഹിതനെന്ന് പറയുവാൻ തക്കവണ്ണം, വിശ്വാസിയുടെ പിതാവെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഇന്നുകാലം പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടണം. എബ്രായലേഖന കർത്താവ് പറയുന്നു, അത് ഒഴുകിപ്പോകാതെ വണ്ണം എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയ്ക്കകത്തത് എഴുതിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവം നമ്മളെ ഇന്നുകാലം ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകും.